ഹായ്, നമുക്കിന്ന് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി അറബിക്കടലിനോട് ചേർന്ന തലശ്ശേരി കോട്ടയിലേക്ക് പോകാം. തലശ്ശേരി അഗ്നിരക്ഷാ നിലയത്തിന് തൊട്ടരികിലായാണ് തലശ്ശേരി കോട്ട സ്ഥിതി ചെയ്യുന്നത്. കോട്ടയുടെ മുകൾ ഭാഗവും അവിടുത്തെ വൃക്ഷങ്ങളും മറ്റുമാണ് ഇവിടെ നിന്നും കാണുന്നത്. തലശ്ശേരി കോട്ടയുടെ പ്രവേശന കവാടമെന്ന് തോന്നും പോലെ വലിയൊരു അരയാൽ വൃക്ഷം പടർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ട്. തലശ്ശേരി കോട്ടയിലേക്ക് സ്വാഗതം. ചെങ്കല്ലിൽ പണിത കോട്ടയാണിത്. സിമൻ്റ് കൂട്ടുകളില്ലാതെ ചെത്തി മിനുക്കിയ ചെങ്കല്ലുകൾ വളരെ ഉയരത്തിൽ അല്പം ചെരിവോടെയാണ് കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. യാതൊരു കേടുപാടുകളോ വിള്ളലോ ഇല്ലാതെ ഇന്നും തല ഉയർത്തി നിൽക്കുകയാണ് ഈ ചെങ്കൽ കോട്ട. ആധുനിക നിർമ്മാണ രീതികളെപ്പോലും വെല്ലുന്ന തരത്തിലാണ് ഈ കോട്ടയുടെ നിർമ്മാണം. കോട്ടയ്ക്ക് പുറത്ത് കോട്ടയുടെ ഉറപ്പിന് വേണ്ടിയിട്ട് ചുറ്റിലും നടപ്പാത പോലെ ചെങ്കല്ലുകൾ പതിപ്പിച്ചിട്ടുള്ളത് കാണാം. കോട്ടയ്ക്ക് മുകളിലെത്താൻ കുറച്ചധികം ചെങ്കൽ പടവുകൾ കയറണം. പടവുകൾ കയറിക്കഴിഞ്ഞാൽ കോട്ടേൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ ചെറിയൊരു വാതിൽ മാത്രമേ ഉള്ളൂ. പഴയ പീരങ്കികളിൽ ചിലത് ഇപ്പോഴും ഇവിടെ കാണാം. ഇന്നത്തെ തോക്കിൻ്റെ മാതൃകയിലുള്ള വലിയൊരു ഇരുമ്പിൻ രൂപം. കോട്ടയുടെ ഉള്ളിൽ നിലത്ത് വഴിക്ക് വേണ്ടി ചെങ്കല്ലുകൾ പതിച്ചിട്ടുണ്ട്. ചെങ്കല്ല് പതിച്ച വഴികളല്ലാതെ ഇവിടെ വഴി കാണിച്ചു തരാനും മറ്റും ആരുമില്ല. ചുറ്റിലും പുൽമൈതാനവും പൂന്തോട്ടങ്ങളും വെച്ച് പിടിപ്പിച്ച് മനോഹരമാക്കിയിരിക്കുന്നു. ഇരിക്കാൻ ധാരാളം സിമൻ്റ് ബെഞ്ചുകളുണ്ട്. കോട്ടയ്ക്കകത്ത് കോട്ടയാകെ പടർന്ന് പന്തലിച്ച് കോട്ട പോലെ തന്നെ പഴക്കമേറിയൊരു വൃക്ഷം കാണാം. വൃക്ഷത്തിന് ചുറ്റിലും വൃത്താകൃതിയിൽ ചെങ്കല്ലുകൾ ഉയർത്തിക്കെട്ടി വൃക്ഷത്തെ ഭംഗിയിൽ സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട്. 1505 ചരിത്രത്തിൽ ആദ്യമായി ഒരു മൺകോട്ട കെട്ടിയ ഫ്രഞ്ചുകാർക്ക് ഇംഗ്ലീഷുകാരുടെ വരവോടെ ഇവിടം വിട്ടൊഴിഞ്ഞു പോകേണ്ടി വന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാർ തീരത്ത് തങ്ങളുടെ ശക്തി പ്രബലമാക്കുവാൻ 1705 ഏകദേശം 320 വർഷങ്ങൾക്ക് മുമ്പ് പണിതീർത്ത കോട്ടയാണിത്. ചതുരാകൃതിയിൽ ഭീമാകാരമായി ആകാശം മുട്ടെ ഉയരമുള്ള തലശ്ശേരി കോട്ടയ്ക്ക് വലിയ മതിലുകളും കടലിലേക്കുള്ള രഹസ്യ തുരങ്കങ്ങളും വിദഗ്ധമായ ചിത്രപ്പണി ചെയ്ത വാതിലുകളുമുണ്ട്. മതിലുകളിൽ ഇടയ്ക്കിടെ വിടവുകളുണ്ട്. ഇവിടെ നിന്നും നോക്കിയാൽ പുറത്തെ കാഴ്ചകൾ കാണാം. പക്ഷേ പുറത്തു നിന്നും അകത്തെ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. ഉയരത്തിൽ കെട്ടിയ മതിലുകൾക്ക് മുകളിൽ നിന്നും താഴേക്ക് വെള്ളം ഒഴുകി ഇറങ്ങുവാൻ ഓവുചാലുകൾ പോലെ പണിതിരിക്കുന്നത് കാണാം. തലശ്ശേരി കോട്ടയ്ക്കകത്തു നിന്നും കണ്ണൂർ പട്ടണത്തിലേക്ക് രഹസ്യ തുരങ്കങ്ങളുണ്ടെന്ന് പറയുന്നു. കോട്ടയെ പടിഞ്ഞാറ് അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാതയുണ്ട്. സുരക്ഷാ കാരണങ്ങളാൽ ആ പാത അടച്ചിട്ടിരിക്കുകയാണ്. തുടക്കത്തിൽ കച്ചവട കേന്ദ്രമായി പ്രവർത്തിച്ച കോട്ട പിന്നീട് സൈനിക കേന്ദ്രവും കാരാഗൃഹവുമായി മാറുകയായിരുന്നു. താഴേക്ക് ചെങ്കൽ പടവുകൾ ഇറങ്ങിയാൽ ഗുഹ പോലെയുള്ളൊരു ഭാഗം കാണാം. ജയിൽ പോലെയുള്ള ഈ കാരാഗൃഹം ടിപ്പു സുൽത്താൻ്റെ പടയാളികളെ പൂട്ടിയിട്ടിരുന്ന നിലവറയാണ്. ഈ കോട്ട കേന്ദ്രീകരിച്ചാണ് തലശ്ശേരി പട്ടണം വളരാൻ തുടങ്ങിയത്. കാരണമില്ലാതെ കലഹിച്ച നാടുവാഴികളെ തമ്മിലടുപ്പിച്ച് സമർത്ഥമായി ഇംഗ്ലീഷുകാർ ഈ കോട്ട കേന്ദ്രമാക്കി ശക്തിയാർജിച്ചു.
തലശ്ശേരി കുരുമുളക് വ്യാപാരികളായി വന്ന ഇംഗ്ലീഷുകാർ ഒരു നൂറ്റാണ്ട് കാലത്തിനിടയിൽ നാട്ടിലെ ഭരണാധികാരികളായി തീർന്ന ചരിത്രത്തിൻ്റെ പ്രതീകമാണ് ഈ കോട്ട. കുറേ ആളുകൾക്ക് ഒരുമിച്ച് മറഞ്ഞിരിക്കാൻ പാകത്തിലുള്ള ഉയർന്ന ചെങ്കൽ കെട്ടുകൾ കാണാം. ദൂരെ കടൽ നോക്കി കാണാവുന്ന രീതിയിലാണ് കോട്ട പണിതിരിക്കുന്നത്. കടൽ മാർഗം ഏത് ജലവാഹനം വരുന്നതും കോട്ടയ്ക്ക് മുകളിൽ നിന്നും നോക്കിയാൽ കാണാം. കോട്ടയ്ക്ക് സമീപം പാറക്കെട്ടിൽ ഊക്കോടെ തിരമാലകൾ ചിന്നി ചിതറുന്ന ശബ്ദം കേൾക്കാം. താഴെ കടൽ, മുകളിൽ ആകാശം. കടലും ആകാശവും ചേരുന്ന നീലിമയുടെ അപാര ഭംഗി ഇവിടെ നിന്നും ആസ്വദിക്കാം. കോട്ടയ്ക്കു താഴെയുള്ള തലശ്ശേരി പട്ടണത്തിൽ കോട്ടയോട് ചേർന്നുള്ള എല്ലാ കെട്ടിടങ്ങളും പുരാവസ്തുവിൻ്റെ കീഴിൽ പഴമയോടെ സംരക്ഷിക്കപ്പെടുന്നതായി കണ്ടു. ചരിത്രമുറങ്ങുന്ന ഈ കോട്ടയ്ക്ക് എത്ര വീരകഥകൾ പറയാനുണ്ടാകും. ഇവിടെ വെച്ച് ധാരാളം സിനിമകളും ചിത്രീകരിച്ചിട്ടുണ്ട്. കുളിർമയുള്ള ഈ ചെങ്കൽ കെട്ടിനുള്ളിൽ കടൽ കാറ്റേറ്റ് എത്ര നേരം നിന്നാലും മതിവരില്ല. ചെടികൾക്കിടയിലൂടെയും ചെങ്കൽ കെട്ടുകൾക്കിടയിലൂടെയും നടന്ന് ചെങ്കൽ പടവുകൾ കയറി ഏറ്റവും മുകളിലെത്തിയാൽ വിളക്കുമാടം അഥവാ ലൈറ്റ് ഹൗസ് കാണാം. വിളക്കുമാടത്തിന് മുകളിൽ കയറാൻ വാതിലുണ്ടെങ്കിലും എല്ലാം അടച്ചു പൂട്ടി ഭദ്രമാക്കി വെച്ചിരിക്കുകയാണ്. കടലിനോട് ചേർന്നുള്ള കോട്ടയായതിനാൽ കപ്പലുകൾക്ക് വഴി കാണിക്കുന്നതിനും ദൂരെ കടൽ വീക്ഷിക്കുന്നതിനും വിളക്കുമാടം പ്രയോജനപ്പെടുത്തിയിരിക്കാം. കടലിനോട് ചേർന്ന് കോട്ടയ്ക്ക് പടിഞ്ഞാറ് ഭാഗം ഒരു ക്രിസ്ത്യൻ പള്ളിയും സ്കൂളും കാണാം. കുട്ടികൾക്ക് കളിക്കാൻ വിശാലമായ കളിസ്ഥലമുണ്ടിവിടെ. കോട്ട കാണാൻ വന്ന കുറച്ച് മിനിറ്റുകൾ ഏതോ ലോകത്തിൽ നമുക്ക് മുമ്പേ പിറന്ന് മൺമറഞ്ഞ ഏതോ തലമുറയിൽപ്പെട്ട ആരോ കാണിച്ച വഴികളിൽ അറിയാതെ ഏതോ ലോകത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ച് ഉയരത്തിലുള്ള കൽപ്പടവുകൾ കയറി ഇറങ്ങി ആകാശവും ഭൂമിയും കടലും ചേരുന്ന ഈ ലോകത്തിലൂടെ എത്ര ദൂരം നടന്നുവെന്ന് ഓർമ്മയില്ല. മുകളിൽ സൂര്യൻ യാത്ര പറയാൻ എന്ന പോലെ നിൽപ്പുണ്ടായിരുന്നു. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സൂന സൗരഭം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ നന്ദി, നമസ്കാരം.